ചങ്ങായിമാർ എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ഒരു മലയാളിയായ ഒരു നന്മയുള്ള ഒരു മനുഷ്യത്തുള്ള ഒരു ചേച്ചിയാണ്. ആ ചേച്ചി ഇസ്രായേലിലെ അവര് നേരിടുന്ന ദയനീയ അവസ്ഥ, വളരെ മോശം അവസ്ഥയുണ്ടല്ല, കൃത്യമായി ഈ വീഡിയോ പറയുന്നുണ്ട്. ഡോണ അഗസ്റ്റിൻ എന്നാണ് ആ ചേച്ചിയുടെ പേര്. ഈ ചേച്ചിനെ കാണിക്കേണ്ടതുണ്ടല്ല എന്റെ ഒരു ഉത്തരവാദിത്തമാണ്. കാരണം ഉണ്ടല്ലോ, ഇസ്രായേലിലെ കുറെ സംഘികൾ പറഞ്ഞ പച്ച വർഗീയത ഉണ്ടല്ല, അത് കൃത്യമായിട്ട് ഞാൻ കാണിക്കാറുണ്ട്. അപ്പൊ ഇസ്രായേലിൽ നിന്ന് ഒരു ചേച്ചി പറയുന്ന മനുഷ്യത്വമുള്ള നന്മയുടെ കാര്യം കൂടി നിങ്ങളെ കേൾപ്പിക്കേണ്ടത് എന്റെ ഒരു ഉത്തരവാദിത്തമാണ്. ഈ ചേച്ചി ഈ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇസ്രായേലിൽ നിന്ന് ബാക്കിയുള്ള സംഘികളും തള്ളും പോലെ എല്ലാ വീട്ടിലൊന്നും ബങ്കറുകളില്ല. ബങ്കർ ഇല്ലാത്ത വീട്ടുകളിലെ ആൾക്കാരുണ്ടല്ല, വേറെ സ്ഥലത്ത് ഓടിപ്പോയിട്ട് അവിടെയുള്ള ബങ്കറിൽ എങ്ങനെയെങ്കിലും കയറി കൊണ്ട അവസ്ഥയാണ് ഇസ്രായേലിലുള്ളത്. എന്താണ് നമുക്ക് ഇസ്രായേലിൽ നിന്നും ഈ മനുഷ്യത്തുള്ള ഈ ചേച്ചി പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊന്ന് കേട്ടിട്ട് വന്നാലോ? ഹായ്, ഞാൻ ഡോണയാണേ. ഇവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് കുറെ ആൾക്കാർ വീഡിയോ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ എന്നെ തിരക്കുകയും എന്നെ അന്വേഷിക്കുകയും ചെയ്ത ഒരുപാട് സ്നേഹിതരുണ്ട്. എല്ലാവർക്കും താങ്ക് യു. ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ, സാധാരണഗതിയിൽ നിന്നും റോഡുകളൊക്കെ ഒരു 80% ശൂന്യമാണ് കേട്ടോ. ഇവിടെ ബസ് സർവീസ് വളരെ കുറവാണ്. മറ്റേത് മിനിറ്റിന് ബസ് പോയിക്കൊണ്ടിരുന്നിടത്ത് ബസ്സുകളൊക്കെ വളരെ കുറവാണ്. പിന്നെ മെസ്സഞ്ചറിലെല്ലാം മറുപടി അയച്ച് എന്നെ തിരക്കുകയും എന്നെ അന്വേഷിക്കുകയും ചെയ്ത എല്ലാവർക്കും താങ്ക് യു കേട്ടോ. ഒരുപാട് സ്നേഹത്തോടെ എല്ലാവരും ഞാൻ ഓർക്കുന്നു. എന്നെ അറിയാവുന്ന കുറച്ച് ആൾക്കാരൊക്കെ എന്നെ തിരക്കി കേട്ടോ. പക്ഷെ അതിലും കൂടുതൽ 100% എന്നെ അറിയാത്ത, ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ വീഡിയോസ് കാണുകയൊക്കെ ചെയ്തവരാട്ടോ. ഞാൻ മെസ്സഞ്ചറിൽ ആർക്കും മറുപടി കൊടുക്കാറില്ല. പക്ഷെ ഇന്നലെ ആദ്യമായി ഞാൻ എല്ലാവർക്കും മെസ്സഞ്ചറിൽ മറുപടി കൊടുത്തു. കാര്യം നമ്മുടെ റിലേറ്റീവ്സ് ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നു ഈ കയ്യിലെ വിരലിലുണ്ടാവുന്ന അത്ര ആൾക്കാർ പോലും നമ്മളെ വിളിച്ച് സുഖമാണോ എന്ന് പോലും തിരക്കിയിട്ടില്ല. നമുക്കെല്ലാം ഒരുപാട് ബന്ധുക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ നമുക്ക് ഫോൺ നമ്പരും കാര്യങ്ങളും വാട്സപ്പും ഒക്കെ ഫ്രീ ആണ്. പക്ഷെ എനിക്ക് പരാതിയില്ല, എല്ലാവർക്കും തിരക്കുകളല്ലേ. പിന്നെ ഇവിടുത്തെ ഒരു കാര്യം ഞാൻ പറയുകയാണെങ്കിൽ, ഇതിന്റെ ഇടയ്ക്ക് ഞാൻ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് വീഡിയോ എടുക്കാം. ഇതെന്റെ പവർ ഗ്ലാസ് ആണ് കേട്ടോ. എനിക്ക് കണ്ണിന് നല്ല പ്രശ്നം ഉള്ളതുകൊണ്ട് എനിക്കിത് ഒഴിവാക്കാൻ പറ്റില്ല. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, ഞാൻ അനുഭവിച്ച ഇന്നലത്തെ ഒരു ദിവസത്തെ മാനസികാവസ്ഥ ഞാൻ പറയാം. രാവിലെ യുദ്ധം നമ്മളുണ്ടാവും, അലാറമൊക്കെ പ്രതീക്ഷിച്ചു. അപ്പൊ രാവിലെ തന്നെ കുളിച്ച് റെഡിയാവാന്ന് പറഞ്ഞു ടോയ്ലറ്റിൽ കയറി കുളിച്ച് പകുതിയാവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അലാറം കേട്ടു. എങ്ങനെയെങ്കിലും ഓടി. എന്റെ വീട്ടിൽ സേഫ്റ്റി റൂം ഇല്ല കേട്ടോ. ഇന്നലെ വീഡിയോ ചെയ്ത് എല്ലാവരും പറയുന്നത് കേട്ടോ, ഇവിടുത്തെ എല്ലാ ബിൽഡിങ്ങിന്റെ താഴെയും സേഫ്റ്റി റൂം ഉണ്ടെന്ന്. എന്റെ വീടിന്റെ ചുറ്റുപാട് ഓരോ ഏരിയ കണക്കാക്കിയാണ് കേട്ടോ സേഫ്റ്റി റൂം. വേറെ സേഫ്റ്റി റൂമുകളോ കാര്യങ്ങളോ ഒന്നും, ഞങ്ങൾക്ക് പബ്ലിക് ബങ്കറുകളാണ് ഉള്ളത്. അപ്പൊ നമ്മൾ ഇത് കേൾക്കുന്ന ഉടനെ നമ്മൾ പബ്ലിക് ബങ്കറിലേക്കാണ് പോകേണ്ടത്. എന്റെ ഏറ്റവും വലിയ മാനസിക സംഘർഷം ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ നോക്കുന്ന എന്റെ ആബയ്ക്ക് ക്യാൻസറാണ്. വീണ് മുട്ടൊക്കെ മാറ്റി വെച്ച ആളാ. അപ്പം ആബയ്ക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ആബ ഇപ്പം വരാറില്ല. ആബ വീട്ടിൽ തന്നെ കഴിയുകയാണേ. അപ്പൊ ഞാൻ ബംഗറിൽ ഇരിക്കുമ്പോൾ എന്റെ ഒരു മാനസികാവസ്ഥ, എങ്ങനെയെങ്കിലും അവിടെ എത്തിപ്പെടണം. അതുകൂടാതെ ആബയെ കുറിച്ചുള്ള ടെൻഷൻ എനിക്ക്. എന്റെ ദൈവമേ, ഞാൻ 24/7 കണ്ട് നമ്മളെ സ്വന്തം പപ്പയെ പോലെ നമ്മൾ ശുശ്രൂഷിച്ച് കഴിയുന്ന ഒരു വ്യക്തി ആ വീട്ടിലും ഞാൻ ബംഗറിലും. അപ്പൊ നമുക്ക് വീടെത്തുന്നത് വരെ, തിരിച്ചെത്തുന്നത് വരെ ഒരു വലിയ മാനസികാവസ്ഥയിലൂടെയാണ് പ്രിയ സഹോദരങ്ങളെ ഞാൻ കടന്നു പോകുന്നത് കേട്ടോ. അത് ചിലർക്ക് ചിലപ്പം കളിയാക്കലായിരിക്കാം, പക്ഷെ എനിക്ക് ഭയങ്കര വേദനയാണ് കേട്ടോ. ആബ വീട്ടിലും ഞാൻ ബംഗറിലും. ചിലപ്പം ഇന്നലത്തെ സാഹചര്യത്തിൽ ഒരു അലാറം മാത്രമല്ല കേട്ടോ, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അലാറവും അതിനുള്ള മെസ്സേജുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പോഴും എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. പിന്നെ ഇന്ന് വെളുപ്പിനെയൊക്കെ എനിക്ക് ഓടി കൈയും കാലും ഒക്കെ തുറന്നു പറയാലോ. എന്റെ കൈയും എന്റെ ശരീരവും ഒക്കെ നല്ല വേദനയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ കേട്ട 3 അലാറത്തിന് ഞാൻ ബംഗറിലേക്ക് പോയില്ല. പക്ഷെ എനിക്ക് തോന്നും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ വന്നുകൊണ്ടിരുന്നായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് മാനസികമായിട്ട് വിഷമമാണ്. പിന്നെ നിങ്ങൾ ഇത്രയും വിഷമം പിടിച്ചെന്തിനാ നിങ്ങൾ ഇസ്രായേലിൽ ജോലി ചെയ്യുന്നത്? എന്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ തുറന്നു പറയട്ടെ, ഞാനൊരു 18 വർഷം ഞാൻ അധ്യാപികയായിരുന്നു കേട്ടോ, പല സ്കൂളുകളിലായിട്ടൊക്കെ തന്നെ. പക്ഷെ എനിക്ക് അവസാനം ഒരു സ്കൂളിൽ മാത്രം ഞാൻ 13.5 വർഷത്തോളം ജോലി ചെയ്തു. അവസാന വർഷം ഞാൻ മേടിച്ച സാലറി 7,000 രൂപയാണ്. ഈ 7,000 രൂപ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും എനിക്കൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൂടെയായിരുന്നു സാമ്പത്തികമായിട്ട് ഞാൻ കടന്നുപോയിക്കൊണ്ടിരുന്നത്. അപ്പൊ എനിക്ക് നല്ലൊരു ജോലി വേണമായിരുന്നു. അപ്പൊ എന്റെ ചേച്ചി ഇവിടെ ഉണ്ട്, ചേച്ചി എന്നെ സഹായിച്ച് എന്നെ ഇവിടെ എത്തിച്ച്. അപ്പൊ നിങ്ങൾ പറയും, എങ്കിൽ പിന്നെ എന്തിനാ ഇത്രയും ബുദ്ധിമുട്ടുന്നത്, നീ വന്നാൽ പോലും. പക്ഷെ എനിക്ക് ഒരു നെഗറ്റീവ് കമന്റും ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. എനിക്കൊരു 70% എനിക്ക് നാട്ടിലായാലും ഒക്കെ ഉള്ളത് എനിക്കെല്ലാം മുസ്ലിം കൂട്ടുകാരാണേ. അവരെല്ലാവരും എന്നെ വിളിക്കുകയും എന്നോട്, എന്നാൽ ഇപ്പൊ ഞാൻ കാണുന്നത് എന്താണോ, ഈ മീഡിയയിലൂടെ ഇങ്ങനെ വർഗീയത, മുസ്ലിങ്ങൾ അങ്ങോട്ട് വഴക്ക് പറയുന്നു, അവരിങ്ങോട്ട്. ഇപ്പൊ കണ്ടില്ല, എല്ലാ രാജ്യങ്ങളിലും നമ്മളെ മനുഷ്യരാണ്. നിങ്ങൾ അങ്ങനെ പരിഗണിക്കുക, നമ്മളെല്ലാം മനുഷ്യരാണ്. നമ്മൾ 1ാം ക്ലാസ് മുതൽ നമ്മുടെ സ്കൂളിൽ നമ്മൾ എന്താണ് പഠിച്ചത്, നമ്മൾ എന്താണ് കൈനീട്ടി നമ്മൾ പ്ലഡ്ജിന് പറഞ്ഞത്, നമ്മൾ പ്രതിജ്ഞയായിട്ട് എന്താണ് പറഞ്ഞത്? നമ്മളെല്ലാം സഹോദരങ്ങളാണ്. നമ്മളിപ്പം ഇവിടെ ഇസ്രായേലായിരുന്നതുകൊണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം, നമുക്ക് വിദ്യാഭ്യാസം കൊണ്ട് എല്ലാം ഉണ്ട്. ഞാൻ ആർക്കും പറഞ്ഞു തരാനോ മനസ്സിലാക്കാനോ ഒന്നും ഞാൻ ആളല്ല. പക്ഷെ ഒന്നും ഓർക്കുക, നമ്മളിങ്ങനെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലെറിയുന്ന ആ ഒരു നിമിഷം
നമ്മൾ ദൈവമേ അല്ലെങ്കിൽ നമ്മൾ ഏത് മതത്തിലാണോ നമ്മൾ വിശ്വസിക്കുന്നത്, എന്തായാലും ഒരു ദൈവിക ശക്തി നമ്മളിലുണ്ട്. അപ്പൊ ആ ശക്തിയെ ഒന്ന് മനസ്സിൽ വിചാരിച്ച് എല്ലാവരുടെയും പ്രാർത്ഥന ആ ഒരു ശക്തി കേൾക്കാതിരിക്കത്തില്ല. അപ്പൊ നമ്മൾ ഒന്ന് പ്രാർത്ഥിക്കുക. ഇത് ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള ആ പ്രശ്നം പരിഹരിക്കാനും എല്ലാവരും കണ്ടില്ലേ മാനസികമായിട്ട് അനുഭവിക്കുന്ന വിഷമങ്ങൾ, വീടുകളിൽ തന്നെയുള്ള അവസ്ഥ. നമുക്ക് എന്താ സത്യത്തിൽ നമ്മുടെ ഞാൻ റെഡിയായി തന്നെ ഇരിക്കുകയാണ് കേട്ടോ ബംഗാറിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. തൊട്ടടുത്താണ് വീട്. ഞാനിപ്പം ഇവിടെ നിന്നിപ്പോൾ സംസാരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എനിക്ക് പാല് മേടിക്കാനായിട്ടുള്ള ഞാൻ പോകും കേട്ടോ. ഇനി 2-3 ദിവസം ഇനി എന്താണ് കണ്ടിന്യൂസ് നടക്കുന്നതെന്ന് ഓൾറെഡി പാലൊക്കെ തീർന്നതാണ് ഞാൻ അറിഞ്ഞത് സൂപ്പർ മാർക്കറ്റിൽ. അപ്പോൾ എന്റെ വീടിന്റെ അടുത്ത ഒരു കെയർടേക്കർ പറഞ്ഞായിരുന്നു ഓടിപ്പോയി മേടിക്കാൻ. അങ്ങനെയാണ് ഞാൻ ഇറങ്ങിയത് കേട്ടോ. ഒരുപക്ഷെ ഞാൻ നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഈ പാലാറാം കേൾക്കാം. അതൊക്കെ സിറ്റുവേഷൻസാണ്, നമ്മളെല്ലാം ഫേസ് ചെയ്യണം. അതുപോലെ തന്നെ എന്റെ അഭിപ്രായത്തിൽ ഇവിടുത്തെ ഗവൺമെന്റും എല്ലാം നമുക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കുക, നമ്മൾ സുരക്ഷിത സ്ഥലത്തേക്ക് മാറുക. അലാറം നമുക്ക് മൊബൈലിൽ അലർട്ട് വരും, അന്നേരം തന്നെ പോവുക. പക്ഷെ എന്റെ ഫോണിൽ അലർട്ട് വരുമ്പോഴത്തേന് എനിക്ക് ആദ്യം എന്റെ ആബെ ബെഡിലേക്ക് ആക്കണം, ആബയ്ക്കുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ആബയുടെ ഫോണെല്ലാം പ്ലേസ് വെക്കുക, വെള്ളമൊക്കെ അത് മുമ്പ് നമ്മളെല്ലാം എടുത്തു വെക്കും. പിന്നെ നമ്മുടെ ബാഗിൽ പാസ്പോർട്ടൊക്കെ എടുത്ത് വെച്ചേക്കാണ് നമ്മൾ. എങ്കിലും നമുക്കൊരു ടെൻഷനാണ് ഇത് കേൾക്കുന്നതെന്ന് വെച്ചാൽ വലിയ സൗണ്ട് അല്ലേ. എനിക്ക് തോന്നുന്നു ഇന്നലെ ഈ സൗണ്ടൊക്കെ കേട്ട് എന്റെ തലയൊക്കെ അങ്ങ് പെരുത്തിരിക്കുക കേട്ടോ. തുറന്നു പറയണമല്ലോ, അല്ലാതെ വിടുന്നുണ്ട്. ഞാൻ 100% ഞാൻ സേഫാണ്, എനിക്കൊന്നും പറ്റില്ല എന്നൊരിക്കലും ഞാൻ പറയത്തില്ല. ഇന്നലെ മീഡിയയിലൊക്കെ കാണിക്കുന്ന ആൾക്ക് ഇവിടെയും ടെലിവിയിലൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. നമ്മൾ അത് സത്യമാണ്. കുറച്ച് ഇത് മൊത്തം അവരും ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ ഫുള്ള് താഴേക്കല്ലല്ലോ വീണായിരുന്നോ വെച്ചാൽ അതിനെ അറിയാലോ നിങ്ങൾക്ക്. അതിന്റെ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞു തരണ്ട. പക്ഷെ എന്തെങ്കിലും പാർട്ടൊക്കെ വീണാൽ നമുക്ക് പ്രശ്നമാണ്. പക്ഷെ അങ്ങനെ പോലും ഒരു ജീവൻ നഷ്ടപ്പെടരുതേ. ഇതിന്റെ ഇസ്രായേലിനെതിരായി നിൽക്കുന്ന രാജ്യത്ത് പോലും ഒരു വ്യക്തികൾ പോലും മരണം അനാവശ്യമായ ഓരോ കുടുംബത്തിലുള്ള ഓരോ വേർപാട് നിങ്ങൾ ഓർത്തു. ഒരു മരണം എത്രത്തോളം നമ്മളെ വേദനിപ്പിക്കും, നമ്മളെ തളർത്തും എന്നുള്ളത്. അപ്പൊ എല്ലാവരും മനുഷ്യരാണ്. ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത് കേട്ടോ. അല്ലാതെ എന്റെ ഫ്രണ്ട്സ് എല്ലാം അങ്ങനെ മുസ്ലിംസ് ആയതുകൊണ്ടോ അങ്ങനെയല്ല ഞാൻ പറയുന്നത്. എല്ലാവരും മനുഷ്യരാണ്. എല്ലാവരും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും സംരക്ഷിക്കപ്പെടാനും ആഗ്രഹിക്കുന്നവരാണ്. അലാറം വരുന്നത് കേട്ടോ, വരുമെന്നല്ല മെസ്സേജ് വന്നു. അപ്പൊ കണ്ടല്ല ആ പാവത്തിന്റെ അവസ്ഥ. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അലാറം മുഴങ്ങുന്നത്. അത് ഫോൺ ഓഫ് ആക്കിയിട്ട് ഓടുകയാണ് ആ പാവം. ആ പാവം ഉണ്ടല്ല, പാല് വാങ്ങാൻ പുറത്തിറങ്ങിയപ്പോ 2 മിനിറ്റ് കിട്ടിയപ്പോ ചെയ്ത വീഡിയോ ആണ് ഇത്. ഇതുപോലെ തന്നെയാണ് അവിടെയുള്ള കുറെ സംഖ്യകളും ക്രിസംഖ്യകളും വീഡിയോ ചെയ്തത്. ഇതുപോലെ എന്തെങ്കിലും സമയം കിട്ടുമ്പോ ഒരു 5 മിനിറ്റ് കിട്ടുമ്പോ പുറത്തിറങ്ങിയിട്ട് ഇതാ നമ്മളിവിടെ ഒന്നും പ്രശ്നമില്ലേ, എന്ന് ഞാൻ പൊലിപ്പിച്ച് പറയാ അവര്. അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആൾക്കാർക്ക് കിട്ടുന്ന നല്ലൊരു അടിയാണ് ഈ ചേച്ചി ചെയ്ത ഈ വീഡിയോ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലുണ്ടല്ലോ ഇവരെ അവസ്ഥ, ഈ അവസ്ഥ കാണുമ്പോഴല്ലോ ഒരുപാട് സങ്കടം. നമ്മൾ ഇറാനിലുള്ളവർക്ക് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഇതുപോലുള്ള നന്മയുള്ള മനുഷ്യത്തുള്ള ഇസ്രായേലുള്ള ചേച്ചിമാർക്ക് വേണ്ടിയും ചേട്ടന്മാർക്ക് വേണ്ടിയും നല്ലോണം പ്രാർത്ഥിക്കണം. ഇനി നോക്കിക്കോ, സംഖ്യകളും ക്രിസംഖ്യകളും ഉണ്ടല്ലോ ഈ ചേച്ചിനെ ഒരേ ആക്രമിക്കലായിരിക്കും. കാരണം ഇസ്രായേലിൽ നടക്കുന്ന സത്യാവസ്ഥ കൃത്യമായി ചേച്ചി പറഞ്ഞല്ല. അതുകൊണ്ട് എന്തായാലും സംഖ്യക്കും ക്രിസംഖ്യക്കും ഇനി ഈ ചേച്ചിനോട് നല്ല കുരുവട്ടലായിരിക്കും. നാഥനില്ലാത്ത നാട്ടില് AI ഉണ്ടല്ല, AI എന്ന നാട്ടിൽ ഇപ്പൊ നാഥൻ. അങ്ങനെയുള്ള നാട്ടിലുണ്ടല്ല ജനങ്ങൾക്ക് എന്ത് സുരക്ഷ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിരുന്നാലും ഇവരെപ്പോലുള്ള പാവങ്ങൾക്ക് ഉണ്ടല്ല ഒന്നും വരുത്താൻ പാടില്ല. ഇസ്രായേൽ മനുഷ്യത്വമില്ലാത്ത സംഖ്യയും ക്രിസംഖ്യയുടെ ഇടയിലുണ്ടല്ല ഇതുപോലെ മനുഷ്യത്തുള്ള ഒരുപാട് പേരും കൂടി അവിടെ ജീവിക്കുന്നുണ്ട്. അപ്പൊ മനുഷ്യത്തുള്ള ഡോണ ചേച്ചിക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.